അപ്പൊ സരിതിക്ക് ഇവിടുന്ന് പോവാൻ മനസ്സ് വരുന്നില്ല. ഇവിടെ വെടുപ്പാക്കിട്ട് പോവാന്നാ പറയുന്നത് ഇവള്. കഥ പറയലാണോ ഞാൻ ചെയ്യുന്നത്? മോഹൻലാൽ പറഞ്ഞു ചെയ്തോട് ഇത് അറിയാവുന്നവരെ കൊണ്ട് വെട്ടിക്ക്. ഞാനും പറഞ്ഞ പൂപ്പായി പിടിച്ചത് ഇപ്പൊ എത്ര കൊല്ലായി? 6 കൊല്ലായി ഇപ്പൊ ഇത് പണി കഴിപ്പിച്ചിട്ട്. വീണേടാ അല്ല ഇത് വീണണ്ട. അപ്പൊ ഞാൻ എന്റെ കഞ്ഞിവെപ്പാണ്, കഞ്ഞിവെപ്പും ചമ്മന്തിയാണ്. അപ്പൊ ജഗ്ഗു ഒരു ഫോട്ടോ എടുത്തത് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ചാറ് കഴിക്കാൻ തന്നെ എന്ത് രസം എന്നറിയും. അച്ഛൻ പറയുന്ന അഭിപ്രായം നോക്കണ്ട, നിനക്ക് സ്വന്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവണം. ഇന്നേ തൃശ്ശൂരാണ്. ഇവര് സരിതിയും ഇവരൊക്കെ പോവാൻ നിൽക്കാണ്. അപ്പോൾ സരിതിക്ക് ഇവിടുന്ന് പോവാൻ മനസ്സ് വരുന്നില്ലേ. കാരണം എന്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വരൂ. പറഞ്ഞോ എന്തിട്ടാ പറയണേ. നമ്മുടെ ഈ മിറ്റം മുഴുവൻ ഷവറാണ് എടുക്കുന്നുണ്ട. ഈ മരേ ഇല കൊഴിച്ചതായിരുന്നു മുൻപ്. ഇതിപ്പോൾ രണ്ടാമതും ശല്യം ചെയ്യാനായിട്ട് വീണ്ടും ഇല കൊഴിച്ചു തുടങ്ങി. ഇത് എന്താണ് കാരണം? കാലാവസ്ഥ വ്യതിയാനാണോ? അതായത് മരങ്ങൾ ഇപ്പോൾ വരൾച്ചയല്ലേ, നല്ല വരൾച്ചയല്ലേ, വെള്ളലില്ല അല്ല വെള്ളലി എന്ന് പറയാം, ചൂട് കാലം കാരണം ഒരു രണ്ടാമതൊരിക്കൽ കൂടി എനിക്ക് എന്നെ തന്നെ സ്വയം സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ മരം വീണ്ടും ഇല പൊഴിക്കുകയാണ്. സത്യമല്ലേ? എനിക്കറിയില്ലേ. അപ്പൊ ഇവിടെ വെടുപ്പാക്കിട്ട് പോവാന്നാ പറയുന്നത് ഇവള്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ചേട്ടാ. ഞാൻ ഇന്നലെ വൈകുന്നേരം പോവാൻ നിന്നതാ. അല്ലാണ്ട് ഈ ചവറ് കൊഴിയണത് നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഇതൊരു 1/4 ഭാഗം ഇല പൊഴിച്ചിട്ടുള്ളൂ. ഇത് ജഗ്ഗു ഇന്നലെ അടിച്ചു കൂട്ടിയതാ, വാരി കളഞ്ഞിട്ടില്ല. കണ്ട ഇത് ആ പുല്ലിലൊക്കെ അവൻ അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ വാരി കളഞ്ഞിട്ടില്ല. ഇതിന്മേ കണ്ട ഇത് ഇനിയും നിറച്ച് ഇല നിൽക്കുന്നുണ്ട്. ഞാനിത് അടിച്ചു വാരിയാലേ അതിൻ്റെ പിന്നാലെ ഒരു കാറ്റ് ഊതി കഴിഞ്ഞാൽ ഇവിടെ നിറയല്ലോ. പിന്നെ എന്ത് ഞാൻ അടിച്ചു വാരണേ എന്നാണ് ഞാൻ ചോദിക്കണത്. അപ്പൊ ചേട്ടനാണ് പറയണത് ഇത് അടിച്ചു വാരിട്ട് പോയാ മതി എന്ന്. എന്നിട്ട് പറയാൻ ആഗ്രഹം എന്നായി. കൺഫ്യൂഷൻ അപ്പൊ എന്ത് കുന്തായാലും കുഴപ്പമില്ല. ഇവർക്ക് ഇവിടുത്തെ പണിയും ഞാനപ്പുറത്ത് ഇവരെ പണികൾ ഞാൻ ഏറ്റെടുക്കുകയും എൻ്റെ പണികൾ ഇവരെ ഏറ്റെടുക്കുകയും ചെയ്യാണ്. അല്ല ചേട്ടൻ്റെ പണി എന്ന് പറഞ്ഞാൽ കഥ പറയലാണോ ഞാൻ ചെയ്യുന്നത്? കഥ പറയലൊന്നുമില്ലേ. ഞാനേ വേറെ സംഗതി കണ്ടു കേട്ടാ. നമുക്ക് ഈ മാവ് മുറിച്ചാലോ? ഞാനൊരു കുറേ പേര് വീഡിയോ കണ്ടതാണ് കേട്ടാ. അതായത് മാങ്ങ ഉണ്ടാവാത്ത മാവ്, അതിൻ്റെ ഏകദേശം ഇത്രയ്ക്ക് പോകുന്ന മാവൊക്കെ ആയിരിക്കും കേട്ടോ എല്ലാവരും. അപ്പോൾ ഇതിൻ്റെ ഇവിടുന്നാട് കട്ട് ചെയ്യും, ശരിക്കും നിരപ്പിൽ കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് മറ്റേ ഈ ഇതിൽ ബഡല്ല ഈ നിൻ്റെ വീട്ടിൽ നിന്ന് കുളമ്പ് മാവിൻ്റെ തണ്ടുകൾ ഇതൊക്കെ കൊണ്ടിട്ട് ഈ കട്ട് ചെയ്ത് കൊടുത്തുനിന്ന് ഇവിടുന്ന് ഇത്തിരി തൊലി മാറ്റി വെച്ചിട്ടേ ചിലരിങ്ങനെ ആ തൊലിനെ അടർത്തി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ്ട് ഇറക്കി വെച്ചിട്ട് ഇങ്ങനെയായിട്ട് ചുറ്റും കെട്ടി വയ്ക്കും. കെട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആദ്യമന്ന് തന്നെ ഇതുണ്ടാവുമെന്ന് ഒരാൾ കാണിച്ചിട്ടാണ്. പക്ഷെ അത് എനിക്ക് പ്രായോഗികമായി തോന്നിയില്ല. വേറൊരാൾ ചെയ്ത് അടിപൊളിയാണ്. അയാൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഈ കുളമ്പ് മാവിൻ്റെ തൈകൾ ബഡ് ചെയ്തിട്ടുള്ള നല്ല തൈ കവറിൽ വെച്ചിട്ടുള്ളത് കുളമ്പ് മാവ്, പിന്നെ എല്ലാ വർഷം ഉണ്ടാവണ മാങ്ങ, അതുപോലത്തെ 2-3 മാവും തൈകൾ വാങ്ങിച്ചു കൊടുത്തിട്ട് ഈ കവർ കളഞ്ഞിട്ടില്ല, ഈ തല മുറിച്ചിട്ട് ഈ അതിൻ്റെ തണ്ടില്ലേ അത് ഇത് ഇവിടെ ഒരു താങ്ങ് കൊടുത്ത് നിർത്തി. അതായത് കവറൊക്കെ അതിങ്ങനെ ഒരു വടിയൊക്കെ കെട്ടിയിട്ട് അതിൽ നിർത്തി. ഈ തണ്ടുകൾ ഇതിനൊരു ചാല് കൊടുത്തിട്ട് ഈ 4 തണ്ടുകൾ ഇങ്ങനെയായിട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് ഇതിനെ ചുറ്റി വലിച്ച് കെട്ടി. അതായത് ഉണങ്ങിപ്പോയില്ലാന്ന് ഒരിക്കലും. എന്നിട്ട് പിന്നെ ഈ മാവ് ഇതുമ്പോൾ പറ്റി പിടിച്ച് കൂമ്പെടുത്ത് പൂവിട്ടു. എന്നിട്ട് അതിൻ്റെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ പറയുന്നത് എല്ലാ സമയത്തും മാങ്ങിയിട്ടുണ്ടാവുന്നു. മാമ്പഴം, ശ്രീലങ്കൻ മാവാണ് കുളമ്പ്, പിന്നെ വേറെ 2-3 തരമൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ അപ്പോൾ ആളുകൾക്ക് ഞാൻ കമൻറ്റ് നോക്കിയപ്പോൾ ആളുകൾക്ക് ഇത് ചെയ്തു കൊടുക്കുമെന്ന് കണ്ടമാനം കമൻറ്റാണ്. കുറേ പേര് പറഞ്ഞു നല്ല ഐഡിയ ആണ്. മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണങ്ങിപ്പോവാം. ഇത് ഉണങ്ങിപ്പോവില്ല എന്ത് തന്നെയാലും. ഇത് പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ ഇത് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ കടയിൽ എടുത്ത് കളയാം. അപ്പോൾ ഇതിപ്പോൾ പിടിച്ചിട്ടുണ്ടാവുന്നു. അപ്പം ഞാനിത് അത് അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ചെയ്തോ. അങ്ങനെയല്ലേ പറയേണ്ടത്.
ഇത് ജഗതി മോഹൻലാൽ പറഞ്ഞു ജഗതിയോട് ഇതറിയാവുന്നവരെ കൊണ്ട് വെട്ടിക്ക്. അതിന് ഞാനും പറഞ്ഞേ നിനക്ക് പറ്റിയ പണി ഇതാണ്, നിനക്ക് പറ്റിയ പണി. പക്ഷെ ഇതറിയാവുന്നവർ ചെയ്യുന്നതാണ് നല്ലത്. നീ പോയേ അങ്ങനല്ലേ. അതിന് ഞാനും പറയണേ, ഇതറിയാവുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് നല്ലതും. ചേട്ടൻ മറ്റേ ചുണ്ടങ്ങ വഴുതനങ്ങയുടെ ഇത് പിടിപ്പിക്കാൻ ശ്രമിച്ചു, അത് പിടിച്ചു. പക്ഷെ അത് ഉണങ്ങിപ്പോയി. പിന്നെ കുറേ എൻ്റെ വീട്ടിൽ നിന്ന് കുറേ കുളമ്പ് മാവിൻ്റെ മറ്റേ ചില്ലകൾ, കുഞ്ഞ് തളിർ ഇതുകൾ കൊണ്ടുവന്നിട്ട് ഇവിടെ കുറേ എല്ലാ മാവുകളും മേലും ചേട്ടൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും പിടിച്ചില്ല. അപ്പം അതറിയാവുന്നവർ ചെയ്യാൻ നല്ലത്. അറിയാം. നമ്മുടെ മറ്റേ ഈ നമുക്ക് സ്വർഗത്തിലത്തെ ഫ്രൂട്ടായിട്ട് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കിയില്ലേ, ആളെ വീട്ടിൽ മാവുമ്മ 10-20 ആള് പിടിപ്പിച്ചിട്ടുണ്ട്. ആൾക്ക് മറ്റേ ജില്ലാ തലത്തിലെ ഏറ്റവും നല്ല കൃഷിക്കാരനുള്ള ഒരു മട്ടുപാവ് കൃഷിക്കാരനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളതാണ് ജില്ലാ തലത്തിൽ. ആളെ വിളിച്ചാലോ? ഒഴിവുള്ള ഒരു ദിവസം വരാൻ പറഞ്ഞിട്ട് ഇതൊന്ന് കാണിക്ക്, ഇതൊന്ന് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വെട്ടാം. അവിടെ നിൽക്കട്ടെ തൽക്കാലം. ഇല്ല, ഇതിമ്മ മാവ് ഉണ്ടാവണില്ലേ, അല്ല മാങ്ങ ഉണ്ടാവണില്ല ഇതുവരെയിട്ട്. എത്ര കൊല്ലായി നോക്കിയാൽ. ഇതിപ്പോൾ നമ്മൾ എന്ന സ്ഥലത്ത് നമ്മൾ വീട് വെച്ചപ്പോൾ വെച്ചതാണ് അല്ലേ, അത് 2008 വെച്ചതാണ്. ഇതുവരെയായിട്ട് മാങ്ങിയിട്ടായിട്ടില്ല. ഞാനിപ്പോൾ ഒരു 12 വെട്ട് കൊടുത്തു. ചക്കിക്ക് പ്ലാവുമ്മ വെട്ട് കൊടുക്കുന്ന പോലെ 12 വെട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 12 വെട്ട് കൊടുത്തു. ഇനി 2 ട്രിപ്പ് മോതിരവളയം ഇട്ടു. ഒരു വളയിട്ടാണ് നമ്മുടെ ഈ അരുങ്കോക്ക് വന്നിട്ട് ഇതേവിടെ ഒരു വളയിട്ടു കണ്ട്. 2 വളയിട്ടു. 2 വളയിട്ടിട്ടും ഒരു കാര്യം ഉണ്ടല്ലോ, ഒരു പൂക്കണായിട്ട് ഒരു ലക്ഷണം പോലും കാണാനില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ആശയം അടിപൊളിയാന്ന് തോണ്ടേ. നമുക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇഷ്ടം പോലെ മാങ്ങിണ്ടാവില്ലോ. ആളുകൾ മാമ്പഴത്തിന് എന്തോരം നമ്മൾ വിജയിക്കുന്ന പോലെയല്ല, മാമ്പഴം കിട്ടാത്തൊരു കണ്ടമാനം പേരുണ്ട്. അത് വർത്താനം പറഞ്ഞു കേട്ടാ. നീ അടിച്ചു വരെ അല്ല ഇത് മര എല്ലാ എല്ലാം പൊഴിച്ചിട്ട് 2-3 ദിവസം കൂടി കഴിഞ്ഞ് അടിച്ചു വരെ പോരെന്നാണ് എൻ്റെ ചോദ്യം. അല്ലടി ഇവിടെ ചവറ് കൂടി കിടക്കുന്നപ്പോൾ അല്ലെങ്കിൽ ഞാൻ അടിച്ചു വരാം, നീ കഞ്ഞി ചമ്മതി. അത് വേണ്ട, അടിച്ചു വാരല്ല എൻ്റെ ജോലിയാണ്, അത് ഞാൻ ആർക്കും വിട്ടു തരില്ലേ. അപ്പം അടിച്ചു വരാല്ലേ. പിന്നെ ഒരു കാര്യം നോക്കിയാ, ചൂലെടുക്കട്ടെ. ഒരു കാര്യം നോക്കിയാൽ നമ്മുടെ ചാർലിയിലേ കാലുമിൽ തുടങ്ങി ഒന്നും ചെയ്തില്ല കേട്ടാ, ഉണങ്ങിപ്പോയി. അവിടെ രോമം വന്ന് മൂടി മുങ്ങിയേ ചാല് കുട്ടപ്പനായി. ഇമ്രാമനെ വളരെ ഷെയ്ക്കിൻ്റെ ഒരു ഷെയ്ക്കിൻ്റെ തന്നെ നമുക്ക് തുടങ്ങാം. ഷെയ്ക്കിൻ്റെ ഷെയ് ഗുഡ് ബോയ്. കാലത്ത് കോഴിമുട്ട കിട്ടിയില്ലേ, ബിസ്ക്കറ്റ് കിട്ടിയില്ലേ, സന്തോഷമായില്ലേ? പണ്ട് കൽപ്പന പറയില്ലേ, തുള്ളുണൊരു കൽപ്പന പറയില്ലേ, സന്താനങ്ങൾക്കൊക്കെ സുഖം തന്നെയല്ലേ, കാര്യങ്ങളൊക്കെ നടക്കണില്ലേ? ചേട്ടനെ ഓരോ എല്ലാ സാധനങ്ങളും തിന്നാൻ കൊടുത്തിട്ട് ഇതിങ്ങനെ വിളിച്ച് പറയും. അവറ്റങ്ങൾക്ക് പറയാൻ കഴിവുണ്ടെങ്കിൽ അവർ പറയും, ഇയാളിത് എന്ത് പിച്ചിയ ഒക്കെ തരും ചെയ്തിട്ട് അതൊക്കെ വിളിച്ച് പറയും ചെയ്യും. അല്ല എല്ലാ ദിവസവും ഇതിപ്പോ ക്യാമറ ഓൺ ആക്കിക്കൊണ്ട് പറയണതല്ല കേട്ടാ, എല്ലാ ദിവസവും ഇത് കേൾക്കാം. മുട്ട തന്നില്ലേ, പാല് തന്നില്ലേ, ബിസ്ക്കറ്റ് തന്നില്ലേ എന്നൊക്കെ ചോദിക്കും എപ്പോഴും. അവർക്ക് സന്തോഷം കൊണ്ടാണ്. കണ്ടില്ലേ പൂപ്പായി പിടിച്ചത് ഇപ്പൊ എത്ര കൊല്ലായി? ഇതിപ്പോ ഒരു 2020 6 കൊല്ലായി. ഇത് 6 കൊല്ലായി ഇപ്പൊ ഇത് പണി കഴിപ്പിച്ചിട്ട്. ഇത് അന്നേ നമുക്ക് കമൻസ് വന്നിരുന്നു, ഇതിന്റെ ഭംഗി നിങ്ങൾ നോക്കണ്ട, ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും മഴ കൊണ്ട് ആകെ പൂപ്പൽ പിടിക്കുന്നു. പക്ഷെ ഇത് പൂപ്പൽ പിടിക്കല്ല ചെയ്തേക്കണേ, ഇതിന്റെ മോൾ ഭാഗമല്ലേ ഇതിന്റെ പെയിന്റ് പോയി. ഇത് വാർപ്പ് സിമെന്റ് കൊണ്ട് വാർത്തിട്ട് മരത്തിന്റെ ഫിനിഷിങ് ചെയ്യാണല്ലോ ചെയ്തേ. ആ ഫിനിഷിങ് ചെയ്ത മരത്തിന്റെ പെയിന്റ് അടിച്ചത് പോയി. അപ്പം ഞാൻ പറഞ്ഞു ആ സുനിലേട്ടനെ ഒന്ന് വിളിച്ചിട്ട് ആളെ കൊണ്ട്, നമ്മുടെ പിള്ളേ പെയിന്റ് അടിക്കണ ശിവയും മഹേഷിനും ഇത് പറ്റില്ല, പറ്റുള്ളൂ. അപ്പോൾ അവര് സുനിലേട്ടൻ വരേണ്ടി വരും, ചെയ്തിട്ടുള്ള ആ ചേട്ടല്ലേ, ആ ചേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ വന്ന് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ വർഷകാലം വരാൻ പോവല്ലേ, അല്ല ഇപ്പൊ ജീവിന വേണ്ട വേണ്ട വേണ്ട, ഈ വർഷക്കാലം കഴിഞ്ഞു 1 മാസം കഴിഞ്ഞ് മഴ തുടങ്ങുമല്ലോ. അപ്പൊ ഇനി ഓണം കഴിഞ്ഞിട്ട് ചെയ്ത് തുടങ്ങിയാൽ മതി. ഓണം കഴിഞ്ഞിട്ട് ചെയ്യാം അല്ലേ. അപ്പം അതുവരെയും കൂടി ഇതിങ്ങനെ കിടക്കട്ടെ. ഇതിപ്പോൾ ഒരു ഭംഗിയില്ലേ കാണാനായിട്ട്. എവിടേക്ക് ഇരിക്കുക നോക്കിയേല പൊഴി, ഞാൻ വെറുതെ അല്ല പറയണ, കണ്ട വീണ് കണ്ട കാറ്റ് ഊതിയിട്ടില്ല ശരിക്ക്, അപ്പോഴത്തേക്കും ഇങ്ങനെ വീണു. അത് വല്ല കാക്കയും കാനും വന്നിരുന്നിട്ടുണ്ടാവും. ആ മരം ഒന്ന് കുലുക്കാൻ പറ്റുമോ ചേട്ടനെ? നമുക്ക് 3 പേരും കൂടി പിടിച്ച് കുലുക്കാം, വാ കാണിച്ചു തരാം. കുലുങ്ങൊന്നുമില്ല, എത്രയും കാനങ്ങട്ട മരം. ജഗുവാടാ 3 പേരും കൂടി നീയും പിടിക്കും, വെറുതെ കുലുക്ക് കാണാനാ. അലക്ക് ആക്കുക
കടാ ഇലകൾ വീഴണ്ട സരിതും കൂടി ഒരുമിച്ചാക്ക്. ശോ. ഏയ് അവിടെ നിന്ന് ആക്കി കഴിഞ്ഞാൽ തള്ളല ഇവിടുന്ന് എല്ലാവരും ഒരു ഇവിടുന്ന് ആക്ക് ആക്ക് തള്ളറങ്ങട് 3 പേര് ഒരുമിച്ചാക്ക്. ആക്കി. ഇവര് വേണം വേണ്ടെന്ന് വെച്ചിട്ടാക്കുന്നത്. പിന്നെ ഇത് തേങ്ങ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നത് ഞാൻ മാത്രമല്ല. കണ്ട ഇതാണ് അവസ്ഥ. ഇമ്രാനോട് വരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്രാൻ ഹെൽപ്പ് ചെയ്യാൻ വന്നേ. അപ്പൊ ശരി നിങ്ങളുടെ അഭിപ്രായം തൊട്ടാ ഇത് അടിച്ചു വാരിട്ട് വല്ല കാര്യണ്ട. ആ ചവറ് അവിടെ കൊണ്ടുവന്നിടാം പറമ്പില്. കളയാം. പറമ്പിലിടാനൊന്നും സ്ഥലമില്ല ഇനി. പറമ്പ് ചവറോട് നിറഞ്ഞു. ആ പറമ്പ് 2 ഇതിൻ്റെയും കടക്കിൽ ഇടാം. വാ നമുക്ക് കഞ്ഞി വയ്ക്കാൻ പോവാം. ഒരു അടിക്കും. അതേ കടപ്പ ഇട്ടോടത്ത് അമ്മ അടിച്ചു വാരും ചൂലുകൊണ്ട്. പുല്ലുള്ള സ്ഥലമാണ് നീ അടിച്ചു വാരണ്ട കേട്ടാ. ഓക്കെ. സുജിത വന്നിട്ട് കുറച്ച് ദിവസമായി, അതുകൊണ്ടാണ് കേട്ടാ. ഇപ്പം പലരും വിചാരിക്കണ കാര്യം അതാവും. അപ്പം എന്താ സുജിതേനെ വിളിച്ചുകൂടെയെന്ന്. പക്ഷേ സുജിതേനെ ഞാൻ വിളിച്ചോളായിട്ട് കുറച്ച് ദിവസമായി. അച്ഛന് വയ്യാന്നാണ് പറഞ്ഞത്. അച്ഛന് വയ്യാണ്ട് ഹോസ്പിറ്റലിലേക്ക് അച്ഛനെയും കൊണ്ട് കൊണ്ട് കിടക്കുകയാണെന്ന് പറഞ്ഞു. അതിന് അച്ഛൻ ഇനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയോ എന്നറിയില്ല. പിന്നെ ഞാൻ മെസ്സേജ് ഇട്ടിട്ട് റിപ്ലൈ തന്നിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ തന്നെ അടിച്ചു തരണം. അപ്പോൾ ഞാൻ എൻ്റെ കഞ്ഞിവെപ്പാണ്. കഞ്ഞിവെപ്പും ചമ്മന്തിയാണ്. സ്പെഷ്യൽ ചമ്മന്തിട്ടാ. കൊപ്ര നമ്മുടെ ഞാൻ കാലത്ത് തന്നെ വെയിലത്തിട്ടുണ്ട്. ഇതിപ്പോൾ നാളെ ആട്ടാൻ കൊണ്ടുപോകും. ഇപ്പോൾ വെട്ടിയിട്ട് ഇന്നലെ വെട്ടി ഇനിയിപ്പോൾ 2 ദിവസം കൂടി ഇന്ന് വെറുതെ വെയിൽ കൊള്ളിക്കും നന്നായിട്ട്. എന്നിട്ട് ആട്ടാൻ കൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10-18 കിലോ വെളിച്ചെണ്ണ നമുക്ക് കിട്ടും. ഞാൻ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അടുപ്പിലത്തെ വെണ്ണൂറ് കോരും. കണ്ട ഈ വെണ്ണൂറാണ് നമുക്ക് കുറേ വളമായിട്ട് കിട്ടും. കണ്ട ഈ അടുപ്പ് നമ്മുടെ നല്ല അടുപ്പാന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഉണ്ടായിരുന്നു. എവിടെയുള്ള ആളുകളാണ് പണിതെന്ന് ചോദിച്ചു. ആളുകൾക്ക് പണിയാനാണെന്ന് തോന്നുന്നുണ്ട്. ഈ അടുപ്പ് ചന്ദ്രാപിന്നിയ വശത്തല്ലേ മറ്റേ ഈ എന്താ പറയുക 3 പീടിക അവിടെ നിന്നുള്ള ടീമാണ് വന്നത് കേട്ടോ. പേരൊന്നും എനിക്കറിയില്ല. അവർ ഫോൺ നമ്പർ വാങ്ങിക്കാൻ മറന്ന സത്യത്തിൽ 7500 രൂപയാണ് ഈ അടുപ്പ് പണിയാനായിട്ടുള്ള വില വന്നത് കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ അടുപ്പുകൾക്ക് പ്രാധാന്യമില്ലോ. എല്ലാവരും അടുപ്പുകളിലേക്ക് കയറി തുടങ്ങി. കാലത്തേക്കുള്ള കഞ്ഞി മാത്രമേ വയ്ക്കുന്നുള്ളൂ. പിന്നെ സംഗതി കുക്കറിൽ വെച്ച് ഒരു വിസിലടുപ്പിച്ചാൽ മതി. അല്ല ഒരു വിസിലടുപ്പിച്ചിട്ട് കുറച്ച് സമയം നിർത്തി ഗ്യാസ് കളയേണ്ട വെച്ചിട്ടാ. കത്തി വരുമ്പോൾ ഇങ്ങനെ ഒരു ചകിരി കമത്തി വെച്ച് കൊടുത്ത് കഴിഞ്ഞില്ലേ അടിപൊളിയാണ്. കഞ്ഞിക്കുള്ള വെള്ളം കുറച്ച് കഴിഞ്ഞാൽ പുക അങ്ങോട്ട് വലിച്ചു പോയോളും. ഇതിങ്ങനെ സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞില്ലേ അടിപൊളിയാണ്. കത്തട്ടെ വെള്ളം കായട്ടെ എന്നിട്ട് നമുക്ക് അരിയിട്ടാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ പുകയിട്ട് വലിച്ചു പോയുള്ളൂ കേട്ടോ. ഇമ്രാൻ എൻ്റെ ഒപ്പം നോക്കി വന്നിട്ട് എനിക്ക് അവിടെ കിടക്കാൻ പറ്റാണ്ടേ അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റാണ്ട് നിൽക്കുക. എന്താ ഇമ്രാനെ വഴി കിട്ടിയില്ലേ? നിങ്ങൾ ഇരിക്കുക. ഇവിടെ മിറ്റടിക്കണില്ലേ? അല്ല അത് അവൻ ഇന്നലെ പോയി എൻ്റെ എക്സ്പീരിയൻസ് പറയായിരുന്നു. എന്നിട്ട് ഇന്നലെ മറ്റേ ഫിലിമോഗ്രഫി എന്നിട്ട് പഠിക്കാൻ പോയി എൻ്റെ ജഗു ഇന്നലെ വിട്ടിട്ട് മറ്റേ ഫിലിമോട്ടോഗ്രാഫി എന്നല്ല പറയുന്നത്. ഫിലിമോട്ടോഗ്രാഫി അല്ലേ? രണ്ടും അത് പഠിക്കാൻ പോണ്ട്. അപ്പം അതിൻ്റെ എക്സ്പീരിയൻസ് എന്നിട്ട് പറഞ്ഞ അതവൻ തന്നെ പറയും. അവൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് അവൻ നേരിട്ട് പറയല്ലേ. പറയേ. ഇന്നലെ ഫസ്റ്റ് ഡേ ആയിരുന്നു. അപ്പൊ ഇന്നലെ ഇവർക്ക് 4 പേരാണ്, 4 കുട്ടികളുള്ള ആകെ. അപ്പൊ ഒറ്റപ്പാലത്തുനിന്ന് അങ്ങനെയൊക്കെ കുട്ടികളുണ്ട്. ഇവരേലൊക്കെ ഓരോ ക്യാമറ എടുത്ത് കൊടുത്തു. DSLR ക്യാമറ എടുത്ത് കൊടുത്തിട്ട് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ജഗ്ഗു ഒരു ഫോട്ടോ എടുത്തത് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഫോട്ടോ എങ്ങനെ എടുത്തേ? ഷട്ടർ സ്പീഡ് കുറച്ചിട്ടേ കാറിങ്ങനെ നീങ്ങുമ്പോ അതിന്റെ ഒപ്പം ഇതിങ്ങനെ എടുക്കാം. ഇങ്ങനെ കൊണ്ടുപോയി ക്യാമറ അതിൻ്റെ ഒപ്പം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മൊത്തം ബ്ലറ്, കാർ മാത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാറ് നിക്കണതായിട്ടും ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ പോണതായിട്ടും അതിന് ഫസ്റ്റ് ചെയ്യിപ്പിച്ചത്. അത് അതെ കല്യാണിൻ്റെ
കല്യാൺ സിൽക്കില്ലേ അതിൻ്റെ ഫ്രണ്ടിലാണ് പാലസ് റോഡ് പാലസ് റോഡ് അവിടെയാണ്. കുറേ സ്ഥലത്തുണ്ട് തൃശ്ശൂര്. അതെ, അവിടെയാണ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ എന്തായി നിങ്ങൾ അടിച്ചു വരെ? അല്ല, ഞാൻ ഈ മരത്തിന്റെ അവസ്ഥ കണ്ടിട്ട് ഇങ്ങനെ ഇരുന്നതാ. ഇത് ഉണങ്ങി, ഇത് തുടങ്ങി, ഇത് ലാസ്റ്റ് പറയും അങ്ങനെ. ആളുടെ ചില സ്ഥലത്ത് കൂമ്പെടുക്കണുണ്ട്. കുമ്പെടുക്കണ്ട? ആ, അപ്പൊ എന്താണോ അല്ലേ? ചേട്ടനൊന്ന് ഇവിടുത്തെ മണ്ണൊന്നും കൊണ്ടേ പരിശോധിക്കുവോ? ഇവിടുത്തെ മണ്ണ് എങ്ങനെ കൊണ്ടുപോയി പരിശോധിക്കണം? ചില ചെടികൾക്ക് ഒരു കുഴപ്പമില്ല, ചിലതിനല്ലേ കുഴപ്പമുള്ളൂ. അതെന്ത് കുഴപ്പമൊന്നറിയില്ലേ? ചിലതിന് എന്താ സംഭവിക്കണെന്ന് അറിയാൻ വേണ്ടി. ഇതെന്തെന്റെ കാല് മൂന്ന് കിടന്നല്ലോ. അത് ജഗുവിന്റെ കഥ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ല, മീൻ്റെ തീറ്റയുണ്ട്. ഞാൻ വീട്ടുകൾക്ക് തീറ്റിട്ട് കൊടുക്കായിരുന്നു. അപ്പൊ വന്നപ്പോ പിന്നെ എപ്പോഴും ഇത് ഇട്ട് കൊടുക്കുമ്പോ പിന്നെ 2 മണി കൊടുക്കേ. കൊടുത്തു. ഇനി വേണടാ നിനക്ക്? ഇനി വേണം, ഇത് വേണോ? വേണോന്ന് ചോദിക്കില്ല, കൊടുത്താ മതി. അവിടെ വരയ്ക്ക് ഞാൻ അടിച്ചെത്തിച്ചു. അവിടെ നിന്ന് എന്തുകൊണ്ടാണ് അടിക്കാത്ത വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവടൊക്കെ അടിച്ചു വരുമ്പോഴത്തേക്കും അവിടെ വീണ്ടും ഇല പൊഴിയും. അപ്പം ബാക്കി എല്ലായിടത്തും അടിച്ച് വാരി കളയലൊക്കെ കഴിയുമ്പോഴത്തേക്കും അവിടെ കുറേയും കൂടി ഇല കൊഴിയണത് കൂടി കഴിഞ്ഞിട്ട് അടിച്ചു വാരി കളയാൻ വേണ്ടിയിട്ടാണ്. അത് നീ എന്തായാലും ചെയ്യും. ഇത് ചവറ് കത്തിക്കൂട്ടാ ഞങ്ങള്. ഈ ചവർ കത്തിച്ചോ? ആളുകൾ പറഞ്ഞില്ല കുറേ ചവർ കത്തിക്കണമെന്ന്. കുറേ ചവർ വളത്തിന് ഉപയോഗിച്ചാൽ മതി. ചവർ വല്ലാണ്ട് കൂട്ടിയിട്ടുണ്ടായിരുന്നു. കൂട്ടിയിട്ട് പാമ്പുകളുണ്ടാവുന്നു. പാമ്പുകളുടെ കാലമല്ലേ ഇപ്പോൾ. ചവറെ കണ്ടമാനം കൂട്ടിയിട്ടുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ പാമ്പുകൾ വന്ന് സുഖമായിട്ടിരിക്കുന്നത്. തീ കേട്ട അരിയിടാം. ഒരു നാഴി അരിയാണ് എടുക്കുന്നത് കേട്ടോ, കുത്തരിയാണ് ഇത് കേട്ടാ. ഇത് നമ്മൾ കഴുകി കഴിഞ്ഞാലും ഇതിൻ്റെ തവിടിൻ്റെ ആ കളറ് പോകണില്ലേ. ചില അരികൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ നന്നായി കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അരി ഒരു വെള്ള കളറ് വരും. മനുഷ്യന്മാർ ഭക്ഷണം കഴിക്കുന്നതിൽ പണ്ട് കാലത്തുള്ളവരും ഇപ്പോഴുള്ളവരും ഏറ്റവും കൂടുതൽ നന്നായി കഴുകുന്നത് അരിയായിരിക്കും. അതെന്താണ്, പച്ചക്കറിയൊന്നും ഇത്രയ്ക്കധികം പ്രാവശ്യം നമ്മൾ ആളുകൾ കഴുകുന്ന കണ്ടിട്ടില്ല. അരി ഒരു 3-4 വട്ടം നമ്മൾ നന്നായി കഴുകും. അപ്പോൾ 4 വട്ടം നമ്മൾ കഴുകിയാലും വലിയ വ്യത്യാസമില്ല. ഇനി ഇതിവിടെ കിടന്ന് തിളച്ചായോളും. തിരിഞ്ഞ് നോക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് വരെ ചകിരി വെച്ച് കൊടുത്താൽ മതി. അങ്ങോട്ട് പോകാം. നമുക്ക് ചമ്മന്തിൻ്റെ ആക്കട്ടെ, അടിപൊളി ചമ്മന്തിൻ്റെ ആക്കാം നമുക്ക്. വേണ്ടെന്ന് അവിടെ നിന്നോട്ടെ. നീ ബാക്കി ഭാഗം വൃത്തിയാക്കി ജഗുവോ? അത് നിൽക്കണം അവിടെ നിന്നോട്ടെ. നിനക്ക് അല്ലാണ്ട് തന്നെ നോക്കി ഈ പുല്ല് മുഴുവൻ ക്ലീൻ ചെയ്യാൻ പറയല്ലേ എൻ്റെ അടുത്ത്. ചമ്മന്തി നമുക്കേ ഇവിടെ നിന്നിട്ട് ഉണ്ടാക്കാം. ഇതാണ് നമ്മുടെ മെയിൻ പ്രോപ്പർട്ടി സാധനം. ഇത് ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർലിക്കും ഇമ്രാനറിയാം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. അവിടെ കഴിഞ്ഞു. വാ, നിങ്ങളത് കഴിയുമ്പോഴേക്കും കഞ്ഞി റെഡിയാവും, ചമ്മന്തി റെഡിയാവും കേട്ടാ. ഞങ്ങളുടെ കഴിഞ്ഞു. അതേ കിടക്കണു കാണ്ടം പോലെ. പുല്ലിൽ അടിച്ചിട്ട് കാര്യമില്ല, ഇല പൊഴിച്ചോണ്ടിരിക്കുക. ഈ കടപ്പലത്തെ മാത്രം വേണമെങ്കിൽ അടിച്ചു വാരി കളയാന്ന് പറഞ്ഞു. എന്നാ കടപ്പലത്തെ ചെയ്താൽ മതി, മറ്റേ അടിച്ചു വാരി കളയണ്ട. അപ്പോൾ നമ്മുടെ ചമ്മന്തിൻ്റെ ആക്കാനായിട്ട് നമുക്ക് കാന്താരി മുളക് വേണം. ആദ്യം തന്നെ കാന്താരി മുളക് നമ്മുടെ ചെറിയ കുഞ്ഞ് കാന്താരില്ലേ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അത് പൊടിയാൻ പോകാം നമുക്ക്. ഞാൻ കളഞ്ഞു 8 ചതയ്ക്കണം ആദ്യം തന്നെ. ചവറ് കണ്ടമാനായിപ്പോൾ നമ്മുടെ കമ്പോസ്റ്റ് കുഴിയിൽ അവിടെ നിറഞ്ഞ് ഇങ്ങനെ മല പോലെയായി. അപ്പോൾ ഇനി കുറേയിട്ട് കത്തിക്കണ് ഇവിടെ ഇട്ടിട്ട് കത്തിച്ചിട്ട് ആ വെണ്ണൂറ് കൊണ്ടുപോയിട്ട് അതിനെന്തെങ്കിലും കൊള്ളിക്കുമ്പോൾ അതിനൊക്കെ ഇടാലോ വെച്ചിട്ട് ചവറിടാൻ സ്ഥലമില്ല എന്തായി.
അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടാ. ചവറ് കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇനി ചീത്ത പറയരുത്. അല്ല ചവറുടെ സ്ഥലമില്ല, അത് ആ പറമ്പ് ചവറ് കൂടി കയറുമ്പോൾ പാമ്പുകളൊക്കെ വാ കത്തിടാ. ചമ്മന്തി ഉണ്ടാക്കുക. വാ ചമ്മന്തി ഉണ്ടാക്കുക. 5 മിനിറ്റ് മതി ചമ്മന്തി ഉണ്ടാക്കാൻ. 2 മിനിറ്റ് മതി, 1 മിനിറ്റ് മതി. ചേട്ടൻ ഉണ്ടാക്കിയോ? വാ ഞാൻ നനയ്ക്കാൻ പോകില്ല. അത് ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നനയ്ക്കാം. എൻ്റെ അടുത്ത് നിൽക്ക്. ഞാനെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ചമ്മന്തി ഉണ്ടാക്കാം. അല്ലി ചേച്ചിയുടെ ചമ്മന്തിനെ കേട്ടാ. മറ്റത്തുള്ള അല്ലി ചേച്ചി ഇല്ലേ, അല്ലി ചേച്ചിയുടെ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രശസ്തമായുള്ള ഒരു സിമ്പിൾ ചമ്മന്തി ഉണ്ടാക്കുന്ന ചോറും കഞ്ഞി കൂട്ടി കഴിക്കാൻ പറ്റും. നമ്മൾ ഒരു സബോള ഇങ്ങനെ കൊത്തിയരിഞ്ഞെടുത്തു കേട്ടോ. ഇതിലേക്ക് 2 ചെറിയ തക്കാളി ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കാല്ലേ, ഇങ്ങനെ ഒരു ചതച്ചെടുക്കുക ആട്ടു. ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പം തന്നെ പൊട്ടിച്ചു കൊണ്ടെന്നുള്ള കാന്താരി മുളകില്ലേ, അത് ചതച്ചതിരുന്നു കേട്ടോ. ആയി അത്യാവശ്യം എരിവുള്ള സാധനമാണിത്. ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ടാ. പിന്നെ ഇത് വാളംപുളിയുടെ ഇതാണ്, അത് ഇത്തിരി പുളിവെള്ളം. പിന്നെ ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ. ഇനി ഇതെല്ലാം കൂടിയിട്ട് കൈ കൊണ്ട് നമുക്ക് തിരുമ്മണം. അപ്പോൾ കൈ നന്നായിട്ട് കഴുകിയിട്ട് പറ്റേ. കൈ കൊണ്ടിട്ട് തിരുമ്മണം കേട്ടോ, അല്ലെങ്കിൽ ഇതാവില്ല. അല്ലെങ്കിൽ നമുക്ക് ടീസ്പൂൺ കൊണ്ട് ഇളക്കി കഴിഞ്ഞ് ശരിയാവില്ല. അപ്പോഴേക്ക് നമ്മൾ തിരുമ്മാൻ പോകണം കേട്ടോ കൈ കൊണ്ട്. വേപ്പിൻ്റെ ഇല അരിഞ്ഞതില്ലേ, വേപ്പിൻ്റെ ഇലയും അയ്യോ 2 വേപ്പിൻ്റെ ഇല, വേപ്പലയും ഈ കാന്താരി മുളകും കൂടി ചതച്ചിട്ടാണ് ഇടണത്. 2 വേപ്പിൻ്റെ ഇല ഇടാൻ മറന്നു. ഞാനെടുത്ത് പൊടിച്ചിട്ട് വരാം. അയ്യോ 2 വേപ്പിൻ്റെ ഇല ഇട്ടാൽ മതി തരുത്. അപ്പോൾ നമ്മൾ തിരുമ്മാട്ടാ. എനിക്ക് 2 വേപ്പിൻ്റെ ഇല ഇടണം. തിരുമ്മിക്കൊണ്ടിരിക്കുമ്പോൾ വേപ്പിൻ്റെ ഇല വളരെ കുറവ് മതി. വേപ്പിൻ്റെ ഇല കേട്ടോ. ഇത് ശരിക്കും ചതക്കണം. പിച്ച് നുറുക്കിയിട്ടാണ് ചെയ്തത്. പിച്ച് നുറുക്കിയിട്ടല്ല ചെയ്തത്, അവർ അല്ലി ചേച്ചി കാന്താരി മുളകിൻ്റെ കൂടെ ചതച്ചിട്ടുണ്ടായിരുന്നു. വേപ്പിലാട്ടാ തിരുമ്മി. ഇനിയിപ്പോൾ ഇതിന് കളർ കൂട്ടാനായിട്ട് വേണമെങ്കിൽ നമുക്ക് കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ നമുക്ക് ഒരു സ്വല്പം ഇട്ട് കൊടുക്കാം കേട്ടോ. ഞങ്ങൾ ഇടണില്ല, വേണമെങ്കിൽ മതി, നിർബന്ധമില്ല. അടിപൊളി ചമ്മന്തി. ചമ്മന്തി എന്ന് പറയാൻ പറ്റില്ല, ഇതൊന്നും പറയാൻ പറ്റില്ല. ഇത് ചോറ് കൂട്ടി കഴിക്കാം. എൻ്റെ ദൈവമേ, ഇതിൻ്റെ ചാറ് കഴിക്കാൻ തന്നെ എന്ത് രസം എന്നറിയോ. ഉപ്പ് ഒരു പൊട്ടും കൂടി വേണം. ഉപ്പ് ഒരു പൊട്ടും കൂടിയും ഉണ്ട് കേട്ടോ. ഇത് അല്ലി ചേച്ചി അവർക്ക് നൊയമ്പ് വരുന്ന സമയത്ത് പച്ചക്കറി മാത്രമാവുമല്ലോ, അപ്പോൾ ഒരു ചൊടിക്ക് വേണ്ടിയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അന്ന് ഉണ്ടാക്കിയപ്പോൾ. ഇന്നലെ ഞങ്ങൾക്കൊരു പരിപാടി ഉണ്ടായിരുന്നു ഇവിടെ കുരേച്ചിറ ലേഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ. അത് അല്ലി ചേച്ചി ആയിരുന്നു അതിൻ്റെ ഫുഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു അല്ലേ ഫുഡ്, സൂപ്പർ. അത് നമ്മളുടെ വീഡിയോ കണ്ടിട്ടാണ് അവർ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല പരിപാടിയായിരുന്നു. നമ്മുടെ കഞ്ഞി തിളച്ചു തുടങ്ങിയിട്ട് അവിടെ നമുക്ക് ഇനി ഇവിടെ നനയ്ക്കാൻ പോണ്. എനിക്ക് കുളിക്കണം, എന്നിട്ട് കഞ്ഞി കുടിക്കാൻ പോകും. കഞ്ഞി തിളച്ചിട്ട് കുറച്ച് സമയമായിട്ടാ. അതെ തിളക്കണ്ടല്ലോ, തിരിഞ്ഞ് നോക്കണ്ട. അതാണ്ട് അവിടെ കിടന്ന് നിങ്ങൾ തിളച്ചോ, കുളിക്കില്ല. ഞാൻ വൈകുന്നേരം നനയ്ക്കാറ്, ഇപ്പം രാവിലത്തേക്ക് മാറ്റി. ഒന്നാമത്തെ കാര്യം KSEBയുടെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി തൊട്ട് 10 മണി വരെ കറണ്ട് ഉപയോഗം കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം നനയ്ക്കുമ്പോഴേ ഞാൻ ഷോപ്പിൽ നിന്നും വന്നിട്ട് 7:30-8 മണി ആ സമയത്തൊക്കെ നനയ്ക്കാൻ നിൽക്കുക. മിക്കവാറും ഇവിടെ കുഴപ്പമില്ല, ബാക്കിൽ ഇപ്പോൾ കുടിലിൻ്റെ വശം അവിടെയൊക്കെ നനയ്ക്കുമ്പോൾ പാമ്പ് പോണ് കാണാം. നീർക്കോലിയൊക്കെ പുല്ലിങ്ങനെ അനങ്ങുമ്പോൾ അപ്പോൾ അവിടെ ഒരു അനക്കം കാണുമ്പോൾ നോക്കുമ്പോൾ പാമ്പ് ഇങ്ങനെ പോകണ്ടാവും. അപ്പം ഇങ്ങനെ ഇപ്പോൾ ഈ പാമ്പുകളുടെ ഇത് കാരണം കൊണ്ട് സേഫ്റ്റിക്ക് വേണ്ടി റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചു. ഇത് ചിരിക്കണ ചേട്ടൻ. അല്ല, പാമ്പ് എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന് ഇപ്പോൾ എല്ലാവർക്കും. ഇപ്പോൾ പാമ്പ് ഇപ്പോൾ ആ കുട്ടീനെ കടിച്ച സ്ഥലത്ത് കണ്ടില്ല, 5 പാമ്പ് കുട്ടികളാ എന്താ അങ്ങോട്ട് 5 എണ്ണത്തിന് കിട്ടിയെന്ന്. അത് ഈ സമയം വെള്ളിക്കെട്ടൻ ഈ മുട്ട വിരിഞ്ഞ് കുട്ടികൾ പുറത്തു വരാൻ സമയമാണ്.
നമ്മുടെ കഞ്ഞി വെന്തുട്ടാ, അത് ഇറക്കി വയ്ക്കാം. കൃഷിയെക്കുറിച്ചിൻ്റെ അന്ന് കഞ്ഞി കഞ്ഞി കുടിച്ചിട്ട് പോകാമല്ലോ. നമ്മുടെ ചമ്മന്തിട്ടാ, ഇഷ്ടംപോലെ ചാറ്. ജഗുവിൻ്റെ കഞ്ഞി, സരിതര കഞ്ഞി, ചമ്മന്തി അരിക്ക് ഇട്ടാൽ മതി. ഇതെൻ്റെ കഞ്ഞി. ഇതിൻ്റെ ചാറില്ലേ, ചാറിന് കുടിക്കാൻ ഈ കുഞ്ഞൊക്കെ ചാറ് വയ്ക്കുന്ന അത്തിരി. എന്നാലും കഠിനമായ പണി കഴിഞ്ഞ് വന്നിട്ട് ഇതൊരു സലാഡ് പോലെ സാധനം കേട്ടാ. ഇതുള്ളൂ അല്ലേ, നിങ്ങൾ പണിയെടുക്കും, നിങ്ങൾക്കുള്ള സാധനം ഞാൻ ഉണ്ടാക്കിയാലാന്ന് പറഞ്ഞിട്ട്. ഇതിനേക്കാളും വിലപ്പെട്ട സാധനം കിട്ടില്ല. ഉപ്പില്ല കഞ്ഞിയില് ഉപ്പ് ഇട്ടില്ലേ? കഞ്ഞിയിലുപ്പ് നീ ഇടാറില്ല സാധാരണ. എന്തിട്ട് വർത്താനം പറയണേ, കഞ്ഞിയിലുപ്പ് ഇടാറില്ലേ? അപ്പൊ ഇത്ര നേരം ഇവിടെ ഇരുന്ന ചേട്ടൻ ആ ഉപ്പും പാത്രം എടുത്തോണ്ടിരുന്നില്ലേ? ഇത് കഞ്ഞി കുടിക്കാൻ പറ്റുമോ ഉപ്പില്ലാണ്ട്? ഇത്തിരി കല്ലുപ്പിട്ടുണ്ടായിരുന്നു, അത് ഭാഗത്ത് ആയിട്ടുണ്ടായിരുന്നു. സ്വല്പം കല്ലുപ്പിട്ടുണ്ടായിരുന്നു കഞ്ഞിയിൽ. ചോറാണെങ്കിൽ ഉപ്പില്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം, കഞ്ഞി കുടിക്കുമ്പോൾ ഉപ്പ് വേണം. ഒന്നാമത്തേലും എനിക്ക് കഞ്ഞി ഇഷ്ടമില്ല. ഇതെങ്ങനെയാണ് കോരിട്ടിട്ട് ഇതിലാണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കഴിക്കണ്ട. നീ അതിലേക്ക് ഇട്ടിട്ട് കഴിക്കി വേണേ മതി, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അവിടെ വരെ പോയി കഴിഞ്ഞാൽ ഉപ്പെടുക്കാവുന്നതേ ഉള്ളൂ. കഞ്ഞിള്ളത്തിൽ ഇത് അലിയിച്ച് ചേർത്ത് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. അല്ല ജഗ്ഗോ, അച്ഛൻ പറയുന്ന അഭിപ്രായം നോക്കണ്ട, നിനക്ക് സ്വന്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവണം. നമ്മളടിച്ചേൽപ്പിച്ചു എന്ന് പറയരുത്, ചിലവർ പേടിച്ചിട്ട് പറയില്ല. ഈ കഞ്ഞൂടി കഴിഞ്ഞിട്ട് ഇവരെ സരിതര വീട്ടിലേക്ക് കൊണ്ടുവന്നേക്കാം. അവിടെ ഞാൻ ഇന്നലെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയുടെ അടുത്ത്. ഇന്നലെ നിന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വരുന്നില്ല, ഇന്നാ വരണേന്ന് പറഞ്ഞപ്പോൾ തുന്തുരിൻ്റെ ഉണ്ണിയിൽ എന്നോട് പിണങ്ങി. ഉണ്ണിക്ക് ഇത്തിരി ഉണ്ണി വേണം. അച്ഛൻ ഇത് കഴിയിപ്പോൾ ഇതാണ് അവിടുത്തെ ലാസ്റ്റ് കഴിഞ്ഞു. ഉഗ്ഗർ സാധനം കേട്ടാ, വേപ്പിൻ്റെ അല്ലേ ഇത്. ഇന്നലെ ഉണ്ടാക്കി വെച്ചോ, എന്നിട്ട് കഞ്ഞി കൂട്ടി കുടിച്ചു നോക്ക്, എന്നിട്ട് അഭിപ്രായം പറയും. ഉപ്പില്ലാത്ത കഞ്ഞിയായിട്ട് പോലും നല്ല രസം കഴിക്കാൻ. നീ ഇതിലിട്ട് കഴിച്ചു, നീ ഒരു വായ കഴിച്ചു നോക്കിയാ. എനിക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ല, എനിക്ക് ചുമ വരും. ഒരു ചുമയും കുമിയൊന്നും വരില്ല. എനിക്ക് കൂട്ടാൻ ഈ കഞ്ഞിയിലിട്ടിട്ട് അങ്ങനെ കുടിച്ചു കഴിഞ്ഞാലേ അതിങ്ങനെ ഇറക്കണോടുകൂടി എനിക്കൊരു തരിയെ പോവും. അത് ആലോചിക്കുമ്പോൾ എനിക്ക് ചുമ വരാം. കലക അപ്പം നിർത്താട്ടാ. അപ്പം ഞാനിവരെ പോകണം കേട്ടോ. അപ്പം നിങ്ങളിതൊക്കെ ഈ ചമ്മന്തി ഉണ്ടാക്കി നോക്കി ഈ കഞ്ഞിയും കൂടിയിട്ട് കഴിച്ചു നോക്കട്ടെ. ചേട്ടൻ ഇഞ്ഞിത്തറ മേളം കാണാൻ പോവും. ഞാൻ ഇപ്പം വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടാ, പൂരപ്പറമ്പിലേക്ക് പോകുന്നില്ല. വൈകുന്നേരം കഴിഞ്ഞാൽ കുടമാറ്റം ലൈവ് TV-യിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. കുടമാറ്റം 15 മിനിറ്റുള്ള. അതെ, അല്ലാതെ ചുരുക്കിയ. അയ്യോ ശരിയാ, എന്ത് കഷ്ടല്ലേ. ഉള്ളത് പകുതി മുക്കാലും എടുത്തോണ്ടോ, എന്നിട്ട് പിന്നെ നമ്മുടെ എടുക്കുക വേണോ എന്ന് ചോദിച്ചിട്ട് വേണമെന്ന് വേണ്ടാന്ന് മറുപടി പറയണമെന്ന് നോക്കണില്ലേ.